Hi all, it's me Vaisha Vijay from Money Hacker. ഞാൻ ഷെയർ മാർക്കറ്റിലെ എൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ തന്നെ പറഞ്ഞിരുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അവിടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക പറഞ്ഞിരുന്നു. അപ്പം കുറേ പേര് അതിൽ കമൻറ്റ് ചെയ്തു. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തു പാർട്ട് 2 വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഈ ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ഇത്ര പെട്ടെന്ന് വീണ്ടും തിരിച്ചെത്തിയത്. പാർട്ട് 2 വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നെ ഷെയർ മാർക്കറ്റിൽ ഈ ഗ്രൂപ്പ് ഇങ്ങനൊരു ചാനൽ ഉണ്ടാക്കി ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ എല്ലാ വീഡിയോയും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, പേഴ്സണലായിട്ട് മെസ്സേജ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് എൻ്റെ ഇൻട്രാഡേ ട്രേഡിങ് ഞാൻ തുടങ്ങാൻ പോകുന്നതിനെ പറ്റിയായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അദാനിയായിട്ട് ട്രേഡ് ചെയ്ത് എനിക്ക് കുറച്ച് ഏകദേശം 2000 രൂപയോളം ലോസ് വന്നു. ഞാൻ ആകെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 10,000 രൂപയായിരുന്നു ആ സമയത്ത്. അതിൻ്റെ എൻ്റെ ലോസ്, എനിക്കുണ്ടായ നഷ്ടം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് പ്രേരിപ്പിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ സമയത്ത് വാച്ച് ചെയ്യുന്ന ഒരു ഷെയർ ഉണ്ടായിരുന്നു, സൺ ടി വി. ആ സമയത്ത് അവരുടെ പ്രൈസ് ഇറങ്ങി ഇരുന്നൊരു സമയം, എന്തൊരു പ്രശ്നം കൊണ്ട് ആ സൺ ടി വിയുടെ ഷെയർ പ്രൈസ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു അത്. അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ടായ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഞാൻ സൺ ടി വി ഇൻട്രാഡേയിൽ മേടിക്കാൻ അങ്ങനെ തീരുമാനിച്ചു. ഞാൻ ആദ്യം സൺ ടി വിയുടെ 80 ഷെയറാണ് മേടിച്ചത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എത്ര പൈസക്കാണ് ഞാൻ മേടിച്ചത്. ജസ്റ്റ് 220 സംതിങ് എങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെ ഷെയർ മേടിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിരുന്നു ഷെയർ എൻ്റെ ഭാഗ്യം എങ്ങനെ വേണം വിചാരിച്ചതിന് വിളിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അന്നത്തെ ദിവസം ആ ഷെയറിൻ്റെ വില കൂടി. ഏകദേശം ഉച്ചയാകുമ്പോഴത്തേക്ക് അതിന് ഏകദേശം എനിക്കൊരു 9 രൂപ 10 രൂപ ഏകദേശം പെർ ഷെയർ എനിക്ക് ലാഭം കിട്ടി. അപ്പോൾ ഞാൻ ആ സമയത്ത് വിറ്റു. എനിക്ക് ഏകദേശം 700 750 ആ റേഞ്ചിൽ എനിക്ക് ലാഭം കിട്ടി. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആ സമയത്ത്. 10 ദിവസം കൊണ്ട് തന്നെ 800 രൂപയോളം എനിക്ക് ലാഭം കിട്ടി. അപ്പോൾ 2-3 ദിവസം ഇതേപോലെ ട്രേഡ് ചെയ്താൽ മാത്രം മതി എൻ്റെ നഷ്ടപ്പെട്ട രൂപ മൊത്തം എനിക്ക് തിരിച്ചു കിട്ടാൻ പറ്റുന്നൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ കാരണം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസം ഈ ട്രേഡ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ മാർക്കറ്റ് അന്ന് ഞാൻ ഈ വിറ്റ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ സൺ ടി വിയുടെ ഷെയർ ഇറങ്ങി ഏകദേശം ഞാൻ മേടിച്ച ആ ഒരു റേഞ്ച്, ഞാൻ 220 സംതിങ് ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ എത്തി. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ പൈസക്ക് കിട്ടുകയാണെങ്കിൽ ആ ഷെയർ മേടിക്കുന്ന ഞാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നു. നമ്മൾ പിറ്റേന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഏകദേശം ആ ഒരു പ്രൈസിന് തന്നെയായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 9:30 ആയപ്പോഴത്തേക്ക് ഞാൻ സാധാരണ പോലെ ഇന്നലെ അന്ന് തലേ ദിവസം ചെയ്തതുപോലെ ഞാൻ ഓർഡർ ഇട്ട് സൺ ടി വിയുടെ ഷെയർ അന്നും ഞാൻ ഏകദേശം 85-90 ഷെയറോളം ഞാൻ അന്ന് മേടിച്ചു. അന്നും ഞാൻ മേടിച്ചതിന് ശേഷം 3 രൂപയോളം കൂടി. ഞാൻ മേടിച്ച പ്രൈസിൽ നിന്ന് 3 രൂപയോളം കൂടി. പക്ഷെ ഞാൻ ആ സമയത്തൊന്നും വിറ്റില്ല. എൻ്റെ ലക്ഷ്യം ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 15 രൂപ പെർ ഷെയർ കിട്ടണം എന്നുള്ള ഒരു ലാഭത്തിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും വലിയൊരു ടാർഗറ്റ് ഒരിക്കലും വെക്കാൻ പാടില്ല. അതായത് ഇൻട്രാഡേ ട്രേഡിങ്ങിലൊക്കെ നമ്മൾ ഈ ഒരു 200 രൂപ റേഞ്ചിലൊക്കെ ഷെയർ മേടിക്കുകയാണെങ്കിൽ ഒരു 3 മാക്സിമം എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ അന്നത്തെ സമയത്തല്ല, ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഇത് വെച്ചിട്ട് ഒരു 200 രൂപക്ക് മേടിച്ച ഷെയർ ആണെങ്കിൽ അതിൻ്റെ ഒരു 4-5 രൂപ മാക്സിമം, ഞാൻ അത്ര എടുക്കാറില്ല എങ്കിലും ഒരു 4-5 രൂപേൻ്റെ ഇൻക്രീസ് ആണെങ്കിൽ ഇവരെ ഹോൾഡ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ എൻ്റെ ഒരു ഇത്. പക്ഷെ ഞാൻ ഒരു 2-3 ആ ഒരു റേഞ്ചിൽ
കൂടി കിട്ടിയാൽ തന്നെ ഞാൻ ഷെയർ വിൽക്കാറുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. പക്ഷെ അന്നത്തെ സമയത്തൊക്കെ എനിക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ എനിക്ക് പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കുന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ കുറെ പൈസ കൂടാൻ കാത്തിരിക്കും. അപ്പം ഞാൻ 10-15, അപ്പോൾ ഞാൻ ആദ്യം 3-4 രൂപ കൂടിയപ്പോൾ ഒന്നും ഞാൻ ഈ ഷെയർ വിറ്റില്ല. എന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോയി. ഞങ്ങൾക്ക് അവിടെ ഫോൺ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂമിൽ തന്നെ ഫോൺ വെച്ചു. അപ്പോൾ വെച്ചിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ എന്നിട്ട് ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഉച്ചക്കുള്ള സമയത്ത് ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്ന് ഞാൻ നോക്കിയപ്പോൾ സത്യം എന്താ ചെയ്യേണ്ടത് എനിക്കറിയാത്തൊരവസ്ഥയായിരുന്നു. ഏകദേശം 18 രൂപയോളം ആ ഷെയറിന്റെ വാല്യൂ അന്ന് ഇറങ്ങാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നലെ കിട്ടിയ ലാഭവും ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ലാഭവും എല്ലാം കൂടി നഷ്ടം വന്നു. എനിക്ക് അന്നത്തെ ഒരു ദിവസം മാത്രം ഏകദേശം 1500 രൂപയുടെ മുകളിൽ നഷ്ടം വന്നു. അപ്പോൾ ഇന്നലത്തെ ലാഭവും എല്ലാം അതിനകത്ത് നിന്ന് പോയി. ഒരു എക്സ്ട്രാ ഒരു 500 രൂപയോളം 500-800 രൂപയോളം വീണ്ടും എനിക്ക് നഷ്ടം വരാണ് ഉണ്ടായത്. പിന്നെ ഞാൻ അന്ന് ആ ഷെയർ പിന്നെ ഞാൻ വാച്ച് ചെയ്തിട്ടേ ഇല്ല. ഞാൻ അവിടെ പോയി എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു ധാരണ. എനിക്ക് അന്നൊന്നും അറിയില്ലായിരുന്നു നമ്മൾ ഇൻട്രാഡേയിൽ മേടിച്ച ഷെയർ നമുക്ക് BTST എന്നുള്ളൊരു ഓപ്ഷൻ, അതായത് 7 ദിവസം നമ്മുടെ കയ്യിൽ ഫണ്ടില്ലെങ്കിലും അത്രയും കാലത്തേക്ക് നമുക്ക് ഒരാഴ്ച 7 ദിവസം നമുക്ക് കയ്യിൽ വെക്കാം, BTSTയിൽ മാറ്റിയിട്ട് വെക്കാം എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നഷ്ടത്തിൽ വിറ്റ് പോട്ടെ എന്നുള്ളൊരു ധാരണ ഞാൻ ഒഴിവാക്കിയിട്ട് അവിടെ പോവുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് ക്യാഷിലേക്കും കൺവേർട്ട് ചെയ്യാം. നമുക്ക് അത്രയും ഫണ്ട് മാർച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ക്യാഷിലേക്കും കൺവേർട്ട് ചെയ്യായിരുന്നു. പക്ഷെ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അന്നത്തെ സമയത്ത് ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ പല ട്രേഡിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യ പരീക്ഷണം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് മേടിക്കും. പിന്നെ ഞാൻ മേടിച്ചതിന് ശേഷം എൻ്റെ ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫോൺ വെച്ചിട്ട് പിന്നെ ഞാൻ കുറെ സമയത്തിന് ശേഷം മാത്രമേ വന്ന് നോക്കൂ. ഭാഗ്യത്തിന് കൂടുകയാണെങ്കിൽ ലാഭം കിട്ടി ആ സമയത്ത് വിൽക്കാന്നുള്ള ധാരണയായിരുന്നു എനിക്ക് അന്നേരം സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ യാതൊരുവിധ ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ അങ്ങനത്തെ യാതൊരുവിധ കൺസെപ്റ്റും യൂസ് ചെയ്യാണ്ടായിരുന്നു ഞാൻ സമയത്തൊക്കെ ട്രേഡ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്ത് ദിവസവും ഞാൻ ഇങ്ങനത്തെ പലതരത്തിലുള്ള മണ്ടത്തരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള ഏറ്റവും വിഡ്ഢിത്തരമായിട്ടുള്ള ട്രേഡുകൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ട്രേഡ് ചെയ്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഏകദേശം 70%, അതായത് 7000 രൂപയോളം എനിക്ക് നഷ്ടം വരികയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാലൻസ് ഞാൻ പിൻവലിച്ചു. ബാക്കി ഉണ്ടായിരുന്ന 3000 രൂപയോളം ഞാൻ പിൻവലിച്ചു. പിന്നീട് ഞാൻ കുറെ കാലം ഷെയർ മാർക്കറ്റിൽ നിന്ന് വിറ്റുന്നു. പക്ഷെ എനിക്കുണ്ടായ നഷ്ടം എന്നെപ്പോഴും ഒരു വിഷമമായിട്ട് അല്ലെങ്കിൽ ഒരു വേദനയായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാർക്കറ്റിനെ പറ്റി കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇൻട്രാഡേ ട്രേഡിങ്, ഡേ ട്രേഡിങ്, ഇൻവെസ്റ്റിംഗ് എല്ലാത്തിനെ പറ്റി എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഞാൻ കുറെ ഗൂഗിൾ ചെയ്ത് നോക്കി, നെറ്റിൽ നോക്കി, ഓരോ തരത്തിലുള്ള ട്രേഡിങ്ങിനെ പറ്റി, ഈ നഷ്ടം ഒഴിവാക്കി എങ്ങനെ ട്രേഡ് ചെയ്യാം, അങ്ങനെയുള്ള പലതിനെ പറ്റി ഞാൻ ഡെയിലി ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടും ഒക്കെ ഞാൻ നോക്കി. പിന്നെ എൻ്റെ കസിൻസിനോടും ഇത് ട്രേഡ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ഞാൻ ചോദിച്ച് ഞാൻ കുറെ മനസ്സിലാക്കി. അങ്ങനെ കുറെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇനി വീണ്ടും ഒരു പൈസ ഉണ്ടായിട്ട് ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. ഞാൻ ഇങ്ങനെ കുറെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കുന്നിടത്തെല്ലാം ഞാൻ അറിഞ്ഞത് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് വെറും ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്നോ 2 ദിവസം ഒരാഴ്ച തുടർച്ചയായി നമുക്ക് ലാഭം ഉണ്ടാക്കിയാലും പെട്ടെന്ന് വേണമെങ്കിൽ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കിയ പൈസ മൊത്തം നഷ്ടപ്പെട്ടേക്കാം. അതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഒരു ഗ്യാംബ്ലിംഗ് അല്ലെങ്കിൽ വാതിപ്പ് അല്ലെങ്കിൽ ഒരു ഭാഗ്യ പരീക്ഷണം മാത്രമാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് മനസ്സിലാക്കി ഞാൻ. അതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും അടുത്ത എൻ്റെ അക്കൗണ്ടിൽ ഞാൻ അപ്പോൾ പിന്നെ പൈസ ഒക്കെ എടുത്ത് പിന്നെ എൻ്റെ അക്കൗണ്ട് ഫുൾ സീറോ ബാലൻസിലേക്ക് അടുത്തോളം ഞാൻ മാറ്റിയിരുന്നു. പിന്നീട് ഞാൻ അന്ന് തീരുമാനിച്ചു രണ്ടാമത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് അക്കൗണ്ടിലേക്ക് പൈസ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സൂക്ഷിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ട്രേഡ് ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടാമത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്ന ഞാൻ തീരുമാനം എടുത്തിരുന്നു. അപ്പം പിന്നീട് എനിക്ക് ആ ഫണ്ട് കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് കാലം എടുക്കേണ്ടി വന്നു. കുറച്ച് കാലത്ത് സമയം എനിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തോളം ഞാൻ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നില്ലെങ്കിലും ഓരോ ഷെയറും
എടുത്തിങ്ങനെ എൻ്റെ ആപ്പ് ഉപയോഗിച്ച് എടുത്ത് വാച്ച് ചെയ്യായിരുന്നു. ഇതിപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആയെന്ന് തോന്നുന്നു. ഞാൻ തൽക്കാലം ഈ പാർട്ട് 2 നിർത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പാർട്ട് 3 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.